ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇന്നത്തെ വീഡിയോ എന്താണെന്ന്. ചക്ക കൂടുതൽ കിട്ടുന്ന സമയത്ത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ കവറിൽ ഇട്ട് ഫ്രീസറിൽ വെച്ചതാണിത്. ഒന്നും ചെയ്തിട്ട് ചക്ക വൃത്തിയാക്കി ഫ്രീസറിൽ വെച്ചത്, ചൂടാക്കുകയോ ഒന്നും ചെയ്യാതെ വൃത്തിയാക്കി എടുത്ത ഉടനെ കവറിലിട്ട് വെച്ചതാണ്. അതെടുത്ത് പുറത്ത് വെച്ച് അതിൻ്റെ തണുപ്പ് പോയതിന് ശേഷം ഒരു പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കണം. തണുപ്പോടെ പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ച് വെക്കാൻ പാടില്ല. തണുപ്പ് പോയതിന് ശേഷം പാത്രത്തിലിട്ട് വെള്ളമൊഴിച്ചിട്ടൊന്ന് കഴുകി ഒരു പാത്രത്തിലേക്ക് ഇട്ട് തണുപ്പ് പോകാൻ വേണ്ടിയിട്ട് ചക്ക വെള്ളത്തിലിട്ട് വെച്ചുകൂടാ. ഇങ്ങനെ തണുപ്പ് പോയതിന് ശേഷം വെള്ളത്തിലിട്ടിട്ടൊന്ന് കഴുകിയെടുത്താൽ മതി. നമ്മുടെ ഫ്രഷ് ചക്ക വെച്ചതുപോലെ തന്നെയാണ് ഇങ്ങനെ ചക്ക ഉണ്ടാക്കിയാൽ. ഇനി ഇത് കഴുകി ഇതിലേക്ക് ആവശ്യത്തിനുള്ള സാധനങ്ങൾ ചേർത്ത് കൊടുക്കുക. ഇതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് മതി, വളരെ കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും. ഇനി ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക. വെള്ളം അധികം വേണ്ട. വെള്ളം ഒഴിച്ച് ഇതിലേക്ക് ഇതേപോലെ തന്നെ എടുത്തു വെച്ച ചക്കക്കുരു ആണ്. ആ സമയത്ത് എടുത്തു വെച്ച ചക്കക്കുരു ഒന്ന് വൃത്തിയാക്കി നീളത്ത് കീറിയെടുത്തതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതാണ് ചക്കക്കുരു. ഇങ്ങനെയുള്ള ഒരു പാത്രത്തിലാണ് ഇട്ട് വെച്ചിട്ടുള്ളത്. അത് ഇതൊന്നും മോശമാവാതെ ഫ്രഷായിട്ട് തന്നെ ഉണ്ട്. ഇനി ഇതൊന്ന് ചക്കക്കുരു ഈ ചക്കേൻ്റെ അടിയിലേക്ക് ആക്കി കൊടുക്കണം. ചക്കക്കുരുവിന് കുറച്ച് വേവുള്ളതുകൊണ്ട് അടിയിലോട്ടാക്കി ഇത് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കണം. ഇനി ഒരു 10 വെളുത്തുള്ളി ഒന്ന് ചതച്ചെടുക്കുക. വെളുത്തുള്ളി വേണ്ടാത്തവർ ചെറിയ ഉള്ളി എടുത്താൽ മതി. ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കും വേണം ചക്ക. ആദ്യം ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മീഡിയം ഫ്ലെയിമിൽ വെച്ച് കൊടുക്കണം. വെള്ളം കുറച്ച് ഒഴിച്ചതുകൊണ്ട് തന്നെ കരിഞ്ഞു പോകും. മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേവിച്ചെടുക്കണം. ചക്ക നന്നായി വെന്ത് വന്നിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് 2 പിടി തേങ്ങയും കൂടെ ചേർത്ത് കൊടുത്ത് ഇതിലേക്ക് തന്നെ കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. തേങ്ങയും കറിവേപ്പിലയും ഇട്ട് കൊടുത്ത് ഇളക്കി കൊടുക്കുക. ഇനി ഒരു പാത്രം എടുപ്പത്ത് വെച്ചിട്ട് കുറച്ച് കടുക്, 2 ടീസ്പൂൺ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. എണ്ണ ചൂടാകുമ്പോൾ അതിലേക്ക് 1 ടീസ്പൂൺ കടുക്, 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പും കടുകും ഒന്ന് മൂത്ത് വരണം. ആ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച 10 വെളുത്തുള്ളിയും ചേർത്ത് കൊടുത്ത്, വെളുത്തുള്ളിക്ക് പകരം ചെറിയുള്ളി ചതച്ച് ചേർത്ത് കൊടുത്താലും മതി. വെളുത്തുള്ളി ഇഷ്ടമില്ലാത്തവരുണ്ടാകുമല്ലോ, അവർക്ക് ചെറിയുള്ളി ചേർത്ത് കൊടുത്താൽ മതി അവർ. ഇനി കുറച്ച് കറിവേപ്പില ഇട്ട് ഇതൊന്ന് മൂത്ത് വരണം. വെളുത്തുള്ളി മൂത്തിട്ട് ആ നല്ലൊരു മണം. ആ സമയത്ത് ഇതിലേക്ക് ചതച്ച് വെച്ച വറ്റൽമുളക് പകുതി ചേർത്ത് കുരുമുളക് ചതച്ചതും കൂടെ ചേർത്ത് കൊടുക്കുക. കുരുമുളകിൻ്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് കുരുമുളകും കൂടെ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് ചതച്ച വറ്റൽമുളക് 1 ടീസ്പൂൺ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് വേവിച്ച് വെച്ച ചക്കയിലേക്ക് മൂപ്പിച്ച വറവ് ചേർത്ത് കൊടുത്ത് ഇനി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇപ്പോൾ കാണുമ്പം തന്നെ മനസ്സിലാവുന്നുണ്ട് ഫ്രഷ് ആയിട്ടുള്ള ചക്ക പോലെ തന്നെയുണ്ട്. കണ്ടില്ലേ, ഒരു മാറ്റം കളറ് പോലും ഒരു മാറ്റം വന്നിട്ടില്ല. ഫ്രഷായിട്ട് ഉണ്ടാക്കുന്ന ചക്കേൻ്റെ അതേ ടേസ്റ്റ് തന്നെയാണ് ഇതിന്. ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കി നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും ചെയ്യണേ. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റാം. ചക്ക കൂടുതലുള്ള സമയത്ത് നമുക്ക് കളയാതെ എടുത്ത് വെക്കുകയാണെങ്കിൽ ഇതുപോലെ നമുക്ക് എപ്പോഴെങ്കിലും എടുത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. നല്ലൊരു വീഡിയോയുമായി നാളെ വരാം. താങ്ക് യു ഫോർ വാച്ചിങ്.